കോർട്ടിലെ ഓഫീസിൽ തന്നുണ്ടേ. ഇത് കോടതി അവധിയായിട്ട് കോടതിയിലോട്ട് പോയില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ മറ്റന്നാളത്തെ ഒരു ഡൈവോഴ്സ് കേസ് പ്രതിഭാഗവും വാദിഭാഗവും എൻ്റെ അടുത്ത് തന്നെ പരാതി തന്നേക്കുന്നത് കേട്ടോ. ആദിശന്റെ ജാതകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ അവർക്ക് കുറച്ച് ക്ലാസ് കൊടുക്കാനുണ്ട്. ഞാൻ വിളിച്ചോളാം. ആയിക്കോട്ടെ. നമസ്കാരം. പിന്നെ സദാശിവ, താങ്കൾ ഒറ്റയ്ക്ക് വന്നിട്ട് എനിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യട്ടെ. താങ്കളുടെ സഹധർമ്മിണി ലളിത എവിടെ? അവളുടെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിൽ. താങ്കൾ തങ്ങളുടെ വീട്ടിൽ, അവളുടെ വീട്ടിലും ആയതുകൊണ്ടാണല്ലോ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് തന്നെ വേർപിരിയാൻ വേണ്ടി വന്നത്. അവളോട് വെളിയിലങ്ങനെ പട്ടി വെട്ടി കിടപ്പുണ്ടോ? പട്ടിയല്ല സാർ, നേരത്തെ ചോദിച്ചില്ലേ, എന്റെ സഹധർമ്മിണി ദോ വരുന്ന് അരിഞ്ഞുണങ്ങി. ലളിത, നിങ്ങളുടെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ വക്കീൽ ഓഫീസിൽ വിട്ടിട്ടുണ്ട് ഞാൻ ഇരിക്കുന്നത്. മറ്റന്നാൾ നിങ്ങളുടെ ഡൈവോഴ്സ് കേസ് കോടതിയിലേക്ക് വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ ജഡ്ജി എടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നിങ്ങൾ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല, സത്യങ്ങൾ മാത്രമേ. പേടിക്കുന്ന എന്തിന്? സ്വന്തം സഹോദരനെ പോലെ കണ്ടിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കൊച്ചണ്ണ എല്ലാം വിഷയമാണ്. കൊച്ചണ്ണനെ അല്ല, സ്വന്തക്കാരൊക്കെ കാണുമെന്ന് പറഞ്ഞു. വക്കീലൊക്കെ കൊച്ചണ്ണ വല്യമാമൊന്നും വിളിക്കരുത്. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ജഡ്ജി ഇങ്ങ് തൂക്കേറി വിധി വരും. ജഡ്ജിയോട് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നല്ല സ്ഫുടമായിട്ടും വേണം കോടതിയിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പം സദാശിവനുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാട്ടെ. ജീവിതമാകുന്ന ഒരു അന്തർഗമീകരണത്തിൽ നിന്ന് ഉതിർത്തു വരുന്ന ഒരു സമ്മിശ്രമാണല്ലോ ജീവിതത്തിന്റെ ഒരു മറ്റുള്ള വിചാരങ്ങളുടെ ഒരു ഇത്. അത് മാറ്റി വന്നൊരു ജീവിതത്തിൽ നാന്നാണ് ഇങ്ങനെ ഈ സങ്കീർത്തനമാകുന്ന ജീവിതത്തിന്റെ പല മേഖലകളും കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. നാടകം ഫസ്റ്റ് സീൻ സൂപ്പർ. ഇതാ സാർ അവസ്ഥ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. സുകുമാർ അഴീക്കോടിന്റെ പെങ്ങളാണ്. മലയാള സാഹിത്യം പറഞ്ഞ് സുബ്രഹ്മണ്യം വക്കീലിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ഒരു പിടി പിടിക്കാം. ലളിത സദാശിവൻ, സെക്ഷൻ 193 and section 203 cutting for the shaving and judgment in family court. My Democracy Party of the Anti-Corruption of the Department of the KSRTC of the KCB of the Development Board. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എല്ലാം പ്രശ്നമാണ്, എല്ലാം. പ്രത്യേകിച്ച് ഇങ്ങനെ സംശയമാണ് സാർ. ഇത് കേൾക്കണം, ഭയങ്കര സംശയം. സദാശിവൻ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം ഭാര്യ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് സംശയിക്കാൻ പാടില്ല. അത് വളരെ തെറ്റായ കാര്യമല്ലേ? കാര്യം ചോദിക്കും സാർ. ഞാൻ പറഞ്ഞാൽ എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഷുബു എന്ന് പറഞ്ഞൊരു കൊച്ചു പിഞ്ചു പാലകനുണ്ട്. ആ കൊച്ചു ചെറുക്കിന് എന്നെയും കുട്ടി ഇങ്ങനെ എന്തെല്ലാം പറയണമെന്നറിയോ? സദാശിവ, തൊട്ടയൽവക്കത്തുള്ള കൊച്ചു പിള്ളേരെ ചേർത്ത് ഭാര്യമാരെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ? ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ അത്? ആ ഷിബുവിന് എത്ര വയസ്സ് ചോദിക്കും? എത്ര വയസ്സുണ്ട്? 28 വയസ്സുള്ള ചെറുക്കനുകാരാണ് അയലക്കത്തെ കമ്പനി. സംശയിക്കാത്ത വല്ല തെറ്റും പറയാൻ പാവമാണ് സാറേ, അവൻ പാവമാണ്. എനിക്കാണെങ്കിൽ ദൈവഭക്തി, എനിക്ക് എപ്പോഴും ഭഗവാനെ കണ്ടോണ്ടിരിക്കണം. ഭഗവാനാണ് എന്റെ മുന്നിൽ, എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ ശിവു എന്ന് പറയുന്ന പയ്യനെയും കൊണ്ട് ഞാനൊന്ന് അമ്പലത്തിലൊന്ന് പോയി. ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞെന്ന് ചോദിച്ചു. സദാശിവ, കൂട്ടിനൊരാളെ വിളിച്ചോണ്ട് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുന്നതിന് നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത് എന്താ? അയ്യോ, ഏത് അമ്പലത്തിലാ പോയെന്ന് ചോദിച്ചേ. ഏത് അമ്പലത്തിലാ പോയത്? ഹരിദ്വാർ എന്നൊക്കെ പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് യാത്ര ചെയ്യണ്ടേ? പിന്നെ ഇവിടെ നിന്ന് 3 ദിവസം അങ്ങോട്ട്, അവിടെ നിന്ന് 3 ദിവസം ഇങ്ങോട്ട്. എന്നിട്ട് അടുത്ത റൂമൊക്കെ എടുത്ത് നമ്മള് ചുറ്റിയൊക്കെ കറങ്ങി. സാറേ ഉള്ളത് പറയല്ലേ, ഷിവു ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല നല്ല ഭഗവാനെ കാണാൻ പറ്റി. സാറേ ഇങ്ങോട്ട് മാറിക്ക സാർ. 2 വർത്താനം പറഞ്ഞില്ലേ എനിക്ക്? നല്ല വർത്താനം. സാർ ഒരു കാര്യം മനസ്സിലാക്കണം. സാർ ആണായി കഴിഞ്ഞ ഒരാൾ ജോലിക്ക് പോകണം. ഇങ്ങനെ ജോലിക്ക് പോകത്തില്ല. സദാശിവ, കല്യാണം കഴിച്ചോണ്ട് വന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. താങ്കൾക്ക് ഒരു ജോലിക്ക് ഇറങ്ങി പോയാൽ എന്താ കുഴപ്പം? സാർ ഇപ്പൊ എവിടെയാ സാറേ ജോലി? ആ വർത്താനം പറഞ്ഞോണ്ട് വരല്ലേ. കേരളത്തിൽ എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഒരു മേസ്തിരി പണിക്ക് വൈകിട്ട് രൂപ 1000 കിട്ടത്തില്ലേ? അയ്യോ, സിമെന്റ് എനിക്ക് അലർജിയാണ് സാറേ. പെയിന്റ് പണിക്ക് രൂപ വൈകിട്ട് 900 കിട്ടത്തില്ലേ? കേട്ടാലേ അലർജി. തടി പോളിഷിംഗ് രൂപ 800 കിട്ടത്തില്ലേ? ഇപ്പൊ അലർജി തുടങ്ങി കഴിഞ്ഞ്. 5 പിള്ളേരുണ്ട്. ഇതിനൊരു അലർജി ഇല്ല. അത് മാത്രമല്ല സാറേ, വീട്ടിലെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരത്തില്ല. സത്യം പറഞ്ഞാൽ ഈ ഷിവു എന്ന് പറയുന്ന പയ്യ ഉള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. ഒന്ന് വീട്ടിൽ മലക്കറി മേടിക്കണോ, ഷിവു വരണം. എനിക്കൊരു സിനിമയ്ക്ക് പോകണോ, ഷിവു വരണം. എന്തിനേറെ പറയണം, എന്റെ കുഞ്ഞിനെ ഒന്ന് ആശുപത്രി കൊണ്ട് പോകണമെങ്കിൽ വരെ ഷിവു വരണം. അയ്യോ സാറ് വീട്ടിൽ വന്ന് നോക്കണം, തൊട്ടൊരു കൊച്ചു കിടപ്പുണ്ട്, തനി ഷിബു. സദാശിവൻ കണ്ടിന്യൂ. സാറേ ഞാനിപ്പോ ആരും പറയട്ടെ, എന്റെ അച്ഛനും അമ്മ വല്ലപ്പോഴും വീട്ടിൽ വരുന്ന എന്തെങ്കിലും തുറന്നാൽ എന്തെങ്കിലും എടുത്താൽ ഇവ കപ്പ പ്രശ്നം സാറേ. ലളിത ഒരു കാര്യം മനസ്സിലാക്കണം. സ്വന്തം അമ്മായിയപ്പനെ അമ്മായിയമ്മ സ്വന്തം അച്ഛനമ്മയെ പോലെ കരുതണം. പ്രായമുള്ള ഒരു വീട്ടിൽ വന്ന് വല്ല എടുക്കുകയോ തുറക്കുകയോ ചെയ്യുന്നതിന് ഇങ്ങനെ പരാതി പറയുന്നത് ശരിയാണോ? ഇവര് വന്ന് വാതിൽ കുത്തി തുറന്ന് സ്വർണ്ണം പൈസ എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ സാറേ? കള്ള ഫാമിലിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിസ്സാര കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഡൈവേഴ്സ് പെറ്റീഷൻ തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒത്തുതീർപ്പിനാണ് ആ വഴിക്ക് പോകാം. അതല്ല പിരിയണമെങ്കിൽ ഏത് വഴിക്ക് പോകാം. എന്തിനും ഈ ലക്ഷ്മണ വക്കീൽ തയ്യാർ. സാറേ മൊത്തം എന്ത് ചെലവ് വരും? എല്ലാം കൂടെ ഒരു മുദ്രപത്രവും കുമസന്റെ ഫീസും എന്റെ ഫീസും ഒരു 50,000 രൂപ കോടതി ചെലവ്. പിരിയണോ? രൂപയോ?
50,000 ഇങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? ദേ എനിക്ക് ശിവുവിനോട് ഒരു പ്രശ്നമില്ല. നീ എന്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം. നമുക്ക് പിരിയണ്ടടി. ഹലോ ഒത്തീർപ്പായാലും എനിക്ക് രൂപ 40,000 തരണം. അല്ലെങ്കിൽ ഒത്തുതീർപ്പായി ഞങ്ങൾക്ക് എന്ത് നേട്ടം? നിങ്ങൾക്ക് എന്ത് നേട്ടം? നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പഴം പുഴുങ്ങി പോലെ ഞാൻ വക്കീൽ ഓഫീസും കെട്ടി വീട്ടിൽ കുത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് നേട്ടമൊന്നും ഇല്ല. ഇല്ല. ഞങ്ങള് പിരിയുന്നില്ല. നമ്മള് പിരിയുന്നില്ല. അണ്ണന്റെ സംശയം അറിയാം. എല്ലാം മറികളെ. ഇനി ശിവനെ പറ്റി സംശയം ഒന്നും പറയില്ല. അങ്ങനെ എനിക്ക് നമുക്കൊന്നാവാം. ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ഈ സംശയവും കാര്യങ്ങളെല്ലാം തീരുകയാണെങ്കിൽ ഹരിദ്വാറിൽ പോയി ഒരു പൊങ്കാലയിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അയ്യോ, നമുക്ക് നാളെ തന്നെ കുർള എക്സ്പ്രസ് അങ്ങ് പോയേക്കാം. അല്ല, നിങ്ങൾ വരണ്ട. അതെന്ത്? എന്റെ കൂടെ ശിവു വരും. പിന്നെ അതെന്തിനാടി? എനിക്ക് നല്ലതുപോലെ ഭഗവാനെ കാണണ്ടേ. മൗത്ത്